സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി സ്ലിഹ. ലേവി എന്നറിയപ്പെടുന്ന വിശുദ്ധ മത്തായി ഇപ്പോൾ വടക്കൻ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഗലീലി കടലിനോട് ചേർന്നുള്ള ഒരു പട്ടണമായ കഫർനാമിൽ AD 1-ാം നൂറ്റാണ്ടിൽ ജനിച്ചു. മർക്കോസ് സ്ലിഹ അൽഫയുടെ മകനായ ലേവി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതിനപ്പുറം കൂടുതൽ കുടുംബ പശ്ചാത്തലം ലഭ്യമല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ടാക്സ് കളക്ടർ എന്ന തൊഴിൽ വെച്ച് നോക്കിയാൽ യഹൂദർക്കിടയിലെ സാമാന്യം സമ്പന്നമായ പശ്ചാത്തലത്തിലായിരിക്കണം ലേവി ജനിച്ചതും വളർന്നതും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം മുതൽ യേശു ചുങ്കക്കാരനായ മത്തായിയെ അപ്പസ്തോലനായി വിളിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ അനുഗമിക്കുക എന്ന വാക്കിനോട് ചേർന്ന് അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുന്നു. അയാൾ യേശുവിന് വേണ്ടി ഒരു വിരുന്ന് സംഘടിപ്പിച്ചു. അനേകം ചുങ്കക്കാരും പാപികളുമാണ് യേശുവിനൊപ്പം മത്തായിയുടെ ഭവനത്തിൽ വിരുന്നിനെത്തിയത്. അതിനെ ഫരീസയർ വിമർശിക്കുമ്പോഴാണ് ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണെന്ന് യേശു വെളിപ്പെടുത്തിയത്. തുടർന്ന് നാം ലേവി എന്ന പേരിനേക്കാൾ കൂടുതലായി മത്തായി എന്ന പേരാണ് ബൈബിളിൽ വായിക്കുക. ഈ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ്. നികുതി പിരിക്കലുകാരനെ യഹൂദർ വെറുത്തിരുന്നു. ഗനേസറത്ത് തടാകത്തിൽ കൂടിയും തിബേരിയസ് കടലിൽ കൂടിയും വരുന്ന തോണികളുടെയും ആളുകളുടെയും നികുതി പിരിക്കുകയും അക്കൗണ്ടിംഗ് റെക്കോർഡുകൾ വൈദഗ്ധ്യത്തോടെ കൈകാര്യം ചെയ്ത് റോമൻ അധികാരികൾക്ക് നൽകുകയും ചെയ്യുന്ന വിദ്യാസമ്പന്നനായ ലേവിയെ അഴിമതിക്കാരനായും ജനങ്ങളെ കൊള്ളയെടുക്കുന്നവനായും യഹൂദർ, പ്രത്യേകിച്ച് മുക്കുവന്മാരായ ഗലീലിയക്കാർ കണ്ടു. യേശുവാകാം തികച്ചും അർത്ഥവത്തായ ദൈവത്തിൻ്റെ ദാനമെന്നർത്ഥമുള്ള മാത്യു എന്ന പുതിയ പേര് നൽകിയത്. പഴയ നിയമ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി യേശുവിനെ ബൈബിളിൽ അവതരിപ്പിക്കുകയും ഗുരുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും നിരവധി ഉപമകളും മലയിലെ പ്രസംഗവും ഉൾപ്പെടെ എല്ലാം 12 അപ്പസ്തോലന്മാരിൽ ഒരാളെന്ന നിലയിൽ മത്തായി സുവിശേഷത്തിൽ സുവ്യക്തമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായി അപ്പസ്തോലനായ മത്തായി പാർഥിയ, പേർഷ്യ, ഇന്നത്തെ ഇറാൻ, എത്യോപ്യ, സിറിയ എന്നിവിടങ്ങളിൽ എത്തി. ഇവിടങ്ങളിലെല്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ സ്ഥാപിച്ചു. എത്യോപ്യയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ഒരു പാരമ്പര്യം പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ഇറാനിൽ സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ചുവെന്നും പറയപ്പെടുന്നു. എത്യോപ്യയിൽ കുർബാന ആഘോഷത്തിനിടയിൽ കുന്തമോ വാളോ ഉപയോഗിച്ച് ശരീരം തുളച്ച് കൊല്ലപ്പെടുകയായിരുന്നുവെന്ന രക്തസാക്ഷിത്വ ചരിത്രമാണ് എത്യോപ്യൻ സഭയ്ക്ക് പറയുവാനുള്ളത്. അത് കൂടുതൽ വിശ്വസനീയവുമാണ്. AD 75-90 കാലഘട്ടത്തിൽ മത്തായി സ്ലിഹയുടെ പേരിൽ സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ നിലവിലിരുന്നു. അതിലൊന്നാണ് ഇന്ത്യയിലെ മുംബൈയിലെ കല്യാണിൽ ബെർത്തലോമിയോ സ്ലിഹ കൊടുത്തിട്ട് പോയത്. മിഷണറിമാരുടെ കാലഘട്ടത്തിൽ അത് ഈജിപ്തിലെ സഭയിലേക്ക് കൊണ്ടുപോയതും നാം കേട്ടറിഞ്ഞതാണ്. എസെക്കിയേൽ 1:10 ദൈവത്തിൻ്റെ സിംഹാസനം വഹിക്കുന്ന 4 ജീവികളെ പ്രവാചകൻ രേഖപ്പെടുത്തുന്നു. ചിറകുകളുള്ള മനുഷ്യൻ, ചിറകുകളുള്ള സിംഹം, ഒരു കാള, ഒരു കഴുകൻ. അത് 4 പുതിയ നിയമ സുവിശേഷകരുടെ പ്രതീകമായാണ് സഭാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മത്തായി സ്ലിഹയുടെ സുവിശേഷം പ്രതിനിധീകരിക്കുന്നത് ഒരു മനുഷ്യനെയാണ്. അത് എസെക്കിയേൽ പ്രവാചകൻ കണ്ട ദർശനം മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷകരിലൂടെ പൂർണ്ണമായി. യേശുവിൻ്റെ മരണത്തോടെ അപ്പസ്തോലന്മാരെല്ലാം പഴയ ജോലികളിലേക്ക് പോയി, മീൻപിടുത്തത്തിനായി. എന്നാൽ മത്തായി ഒരിക്കലും പഴയ ചുങ്കക്കാരൻ ലേവിയായി പോയില്ല. പേരുപോലെ തന്നെ ദൈവത്തിൻ്റെ ദാനമാണ് തൻ്റെ ജീവനും ജീവിതവുമെന്ന് അയാൾ തെളിയിച്ചു. വചനം 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 5-ാം വാക്യം. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തു നൽകുന്ന സ്ഥൈര്യത്തിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ. വിചിന്തനം. കർത്താവിൻ്റെ ഒറ്റ വാക്കിന്
വിശുദ്ധ മത്തായി ശ്ലീഹ ലോകഭാരങ്ങൾ താഴെ വച്ച് ക്രിസ്തുവിൻ്റെ ലഘുവും മധുരവുമായ നുകം തോളിലെടുത്തുവെന്നാണ് വിശുദ്ധ ബ്രിജിറ്റ് പറയുന്നത്. കർത്താവിൻ്റെ സകല നിവേശങ്ങളും ഉടനടി അനുസരിക്കുകയായിരിക്കട്ടെ നമ്മുടെ ജീവിതാദർശവും.